നമ്മുടെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ പല പുതിയ വാക്കുകളും പുതിയതായി സൃഷ്ടിച്ച് യാതൊരർത്ഥവുമില്ലാത്ത ഒരു പദമായിരിക്കും അങ്ങനെ സൃഷ്ടിച്ച് അത് പരക്കെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. തേപ്പ് എന്ന പദം അങ്ങനെ വന്നതാണ്. അടിച്ചു പൊളിക്കുക എന്ന വാക്ക് അങ്ങനെ വന്നതാണ്. ഈ അടി എന്നാൽ പ്രഹരിക്കുക എന്ന അർത്ഥം, ഒരാളെ അടിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അടിച്ചുപൊളി എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കാര്യം ഉഗ്രനായി ഉഷാറായി എന്ന അർത്ഥത്തിലാണ് അടിച്ചു പൊളിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ പ്രഹരിക്കുക എന്ന അർത്ഥത്തിലുള്ള അടി മറ്റു രീതിയിൽ പലപ്പോഴും പറയാറുണ്ട്. ലോട്ടറി അടിച്ചു എന്നാണ് പറയുക, അതും ഒരു തരം അടിയാണ്. ഇങ്ങനെ പല വാക്കുകളും ഉണ്ട്. എനിക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം, ഞാനൊരു വിമൻ എംപവർമെൻറ്റ് ഷോ ഒരു പ്രമുഖ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് പ്രൊഡ്യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ എഡിറ്റർ ഞാൻ ചെലവ് എന്ന വാക്ക് വരുന്ന ഒരു ഹെഡിങ്, ഒരു തലവാചകം എഴുതി കൊടുത്തിരുന്നു. അതിലൊരു വാക്ക് ചെലവ് എന്നുണ്ട്. അപ്പോൾ അവരത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ തലവാചകം ചെലവ് എന്നതിൻ്റെ ചേ മാറ്റിയിട്ട് ചിലവ് എന്ന് എഴുതി കണ്ടു. ഞാനപ്പോൾ തന്നെ ഇടപെട്ടു, അത് തിരുത്തണം എന്ന് പറഞ്ഞു. പക്ഷെ അവർ തിരുത്തിയില്ല. ഞാൻ ഫോണിൽ വിളിച്ചു. അപ്പോൾ ആ എഡിറ്റർ പയ്യൻ പറഞ്ഞു, സാറേ ചിലവ് എന്നാണല്ലോ പറയാറ്, അതല്ലേ ശരി എന്ന് എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്നോട് ചെലവാണ്, താനത് തിരുത്തും എന്ന് പറഞ്ഞു. അയാൾ അന്നും തിരുത്തിയില്ല. ഞാൻ പിറ്റേന്ന് അങ്ങോട്ട് പോയി. അതൊരു യുവ എഡിറ്ററാണ്, പയ്യനാണ്. പയ്യൻ എന്ന് പറയാമല്ലോ നമുക്കിപ്പോൾ. അതേസമയം മുതിർന്ന എഡിറ്റർ, സീനിയറായ എഡിറ്റർ പറഞ്ഞു, അത് സുനിലേട്ടൻ പറഞ്ഞെങ്കിൽ അത് ആയിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ജൂനിയർ എഡിറ്റർ പയ്യൻ എന്നോട് പറഞ്ഞു, അല്ല സാറേ ചിലവ് എന്നാണല്ലോ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതുകൊണ്ട് അത് ശരിയാവുമോ? ഞാൻ അവന് വിശദീകരിച്ചു കൊടുത്തു. ചിലവാണ് ശരിയെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു. അതിനൊന്നും പറയാനില്ല, എല്ലാവരും ചിലവെന്ന് പല സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് അത്രേ. അപ്പം ചെലവ് എന്ന് പറയാൻ കാരണം, എൻ്റെ കയ്യിൽ നിന്നും ചാനലിലേക്ക് ചെല്ലുന്നത് എൻ്റെ ചെലവാണത്. എൻ്റെ കയ്യിലേക്ക് ചാനലിൽ നിന്ന് വരുന്നത് എൻ്റെ വരവാണ്. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ചെല്ലുന്നത് ചെലവും, നിങ്ങളുടെ കയ്യിൽ നിന്ന് എൻ്റെ പക്കലേക്ക് വരുന്നത് വരവും. അതാണ് ആ ഒരു വാക്ക്. അതുകൊണ്ടാണ് ചെലവ് എന്ന് തന്നെ എഴുതണം എന്ന് നിർബന്ധം പിടിക്കുന്നത്. പക്ഷേ പുതിയ തലമുറയിലെ പിള്ളേർ നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല. അവർ ഇതാണ് ശരി എന്ന് പറഞ്ഞതുകൊണ്ട്, സ്വയം വിശ്വസിച്ചുകൊണ്ട് അത് ശരിയാക്കി മാറ്റുകയാണ്. ഒരു തെറ്റിനെ ശരിയാക്കി മാറ്റുകയും പിന്നെ അത് പരക്കെ പലരും ഉപയോഗിച്ചു വരികയും ചെയ്യുന്ന രീതിയുണ്ട്. ടെലിവിഷൻ ചാനലിൽ അത് ധാരാളമായി കാണാം. ഇപ്പോൾ ബന്ധു എന്നാണ് പറയുക. അയാളുടെ ബന്ധു എന്ന് ചിലപ്പോൾ ചില വാർത്ത ഒക്കെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് പോലും, സിന്ധു സൂര്യകുമാർ പോലും അങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ പല അവതാരകരും ബന്ധു എന്ന് തന്നെയാണ് പ്രയോഗിക്കാറ്. ബന്ധു അല്ലേ ശരി? എകാരം ചേർത്ത് ഉപയോഗിക്കേണ്ട വാക്കുകളില്ലേ? കൂടുതൽ വിശദമായ അതിൻ്റെ അക്കാര്യത്തിൽ പാണ്ഡിത്യമുള്ളവർ പറയും എന്ന് കരുതുകയാണ്. ബന്ധു തന്നെയാണ് ശരി, ബന്ധു അല്ല. ഭയങ്കരത്തിന് ബ ഉപയോഗിക്കും, ഭയങ്കരം എന്ന് പറയും. അതേസമയം ബന്ധത്തിന് ബന്ധം എന്നല്ല പറയേണ്ടത്. ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കിട്ട പേര് ബന്ധുക്കൾ ശത്രുക്കൾ എന്നാണ്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ തലമുറയിലെ അവതാരകർ പ്രയോഗിക്കുമ്പോൾ ആ സിനിമയുടെ പേര് ബന്ധുക്കൾ ശത്രുക്കൾ എന്നായിരിക്കും, ബന്ധുക്കൾ എന്നല്ല. ശ്രീകുമാരൻ തമ്പി അത്ര വിവരമില്ലാത്ത ആളല്ലല്ലോ. അതിന് സംഗീതം നൽകിയ ആൾ, അത് ആ സിനിമയിൽ പാടിയ യേശുദാസിനെ പോലുള്ളവർ, അവരെ കൊണ്ട് പാടിച്ചതും ബന്ധുവാര് ശത്രുവാര് എന്നല്ല, ബന്ധുവാര് ശത്രുവാര് എന്നാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വാർത്താ അവതാരകർ വാക്കുകൾ തെറ്റിച്ച് പ്രയോഗിച്ച് അത് ശരിയാക്കി മാറ്റുന്ന, തുടർന്ന് അങ്ങോട്ട് എല്ലാവരും അതങ്ങനെ ഉപയോഗിക്കുന്ന ഒരു രീതി പരക്കെയുണ്ട്. എന്തിനധികം ഏറ്റവും വിഖ്യാതമായ വിപ്ലവഗാനം ബലികുടീരങ്ങളെ ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ തലമുറയിലെ ഗായിക ഗൗരി ലക്ഷ്മി പാടിയത് ബലികുടീരങ്ങളെ എന്നാണ്. ബലികുടീരങ്ങളെ എന്നാണ് പാടിയത്.
ആ ഗാനം യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ആദ്യം മുതൽ കേൾക്കുന്നത് എങ്ങനെയാണ്? ബലികുടീരങ്ങളെ എന്നാണ്, ബലികുടീരങ്ങളെ എന്നല്ല. ഗൗരി ലക്ഷ്മി ഇത് കേൾക്കുമെങ്കിൽ ഇനിയെങ്കിലും ഇങ്ങനെ തിരുത്തി പാടണം. ബലിയല്ല, ബലിയാണ്. മലയാളം ഈ പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നമ്മുടെ മലയാളത്തെ സ്നേഹിക്കുന്ന പ്രമുഖരായ സാംസ്കാരിക പ്രവർത്തകരുടെ തന്നെ മുൻകൈയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു.